നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂരിൽ വീണ്ടും ഗുണ്ട ആക്രമണം. കൊലക്കേസ് പ്രതിക്ക് കുത്തേറ്റത് കുറ്റൂർ സ്വദേശി ആക്രു എന്ന് വിളിക്കുന്ന വിപിനിന്. സംഭവത്തിൽ 4 പേരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2.5 ഗ്രാം MDMAയുമായി 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശികളായ ഷാഹുൽ ഹമീദ്, മുഹമ്മദ് ഷഹീൻ എന്നിവർ. പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രോജ്വല പോരാട്ട സ്മരണയിൽ ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ചരിത്രഗതി അറിയാത്ത ഭരണാധികാരികൾ വർത്തമാന ഭാവി കാലത്ത് ഇടം പിടിക്കുന്നത് ചവറ്റുകൊട്ടയിലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം. തൃശൂർ തളിക്കുളത്ത് മത്സ്യബന്ധനത്തിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് നമ്പിക്കടവിൽ താമസിക്കുന്ന 52 വയസ്സുള്ള സുനിൽ കുമാർ. പൈങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം റെയിൽവേ ട്രാക്കിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് സ്വദേശി കുഞ്ഞു മുഹമ്മദിന്റെ ഭാര്യ മറിയക്കുട്ടി. തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. അപകടം നടന്നത് വെള്ളിയാഴ്ച രാവിലെ 8:40 ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ വരോഡ് അനങ്ങന്മലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അനങ്ങന്മലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി വരോഡ് KPSMM VHSSലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സ്കൂളിലെ അധ്യാപക അനധ്യാപകരുടെ ഏകദിന ഉപവാസം. ഓഗസ്റ്റ് 15 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ശൃംഖല തീർക്കും. വാർത്തകൾ വിശദമായി. തൃശൂരിൽ വീണ്ടും ഗുണ്ടാക്രമണം. കൊലക്കേസ് പ്രതിക്ക് കുത്തേറ്റു. ആവേശം മോഡൽ റീൽസ് ചെയ്ത കുറ്റൂർ അനൂപിന്റെ കൂട്ടാളി വിപിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ 4 പേരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 ദിവസം മുൻപ് കുറ്റൂരിൽ വെച്ചായിരുന്നു സംഭവം. 13 വർഷം മുൻപ് നടന്ന ഗജു കൊലപാതക കേസിലെ 1-ാം പ്രതിയാണ് കുത്തേറ്റ വിപിൻ. കൊല്ലപ്പെട്ട ഗജുവിന്റെ സുഹൃത്തുക്കളാണ് വിപിനെ ആക്രമിച്ചത്. രാത്രി വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയായിരുന്നു ആക്രമണം. മുഖത്തും കയ്യിലും ഗുരുതര പരിക്കേറ്റ വിപിനെ ആദ്യം കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. സംഭവത്തിൽ 4 പേരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റൂർ സ്വദേശികളായ ദീപക്, ശരത്, ഡെൽവിൻ, രമേശ് എന്നിവരാണ് അറസ്റ്റിലായത്. ദീപകാണ് 1-ാം പ്രതി. ഗജുവിനെ കൊലപ്പെടുത്തിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാരക മയക്കുമരുന്നായ MDMAയുമായി 2 യുവാക്കൾ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. 2.5 ഗ്രാം MDMAയുമായി പട്ടാമ്പി കീഴായൂർ സ്വദേശികളായ ഷാഹുൽ ഹമീദ്, മുഹമ്മദ് ഷഹീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പെട്രോളിംഗിനിടെയാണ് പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപമുള്ള ബൈപ്പാസ് റോഡിൽ വെച്ച് 2 യുവാക്കളെ പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും 2.5 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA കണ്ടെടുത്തു. പട്ടാമ്പി സ്വദേശി 23 വയസ്സുള്ള ഷാഹുൽ ഹമീദ്, കീഴയൂർ സ്വദേശി 23 വയസ്സുള്ള മുഹമ്മദ് ഷഹീൻ എന്നിവരെയാണ് പട്ടാമ്പി SI K മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പരിശോധന ശക്തമാക്കുമെന്ന് SI പറഞ്ഞു. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപത്തുള്ള ബൈപ്പാസ് റോഡിൽ ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സാഹചര്യത്തിലുണ്ട് ചെറുപ്പക്കാരെക്കാണ്. ഞങ്ങൾ ചെക്ക് ചെയ്ത സമയം അവരെ കയ്യിൽ നിന്ന് ഒരു 3.3 ഗ്രാം കവർ ഉൾപ്പെടുന്ന MDMA കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിലവിലെ ഇത്തരത്തിലുള്ള മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA ഉപയോഗിക്കുന്നതൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 പ്രതികളെയും പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സോഷ്യലിസത്തെ നിരാകരിച്ച് ഏകാധിപത്യത്തെ കൂട്ടുപിടിക്കുന്നവർ ചരിത്രബോധമില്ലാത്തവരാണെന്നും വഖഫ് ബോർഡ് ഭേദഗതി മതേതരത്വത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന്റെ ഭാഗമെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി. യുവജനതാദളിന്റെ നേതൃത്വത്തിൽ പാലക്കാട് സംഘടിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രക്തസാക്ഷിത്വത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. വിവിധ സംസ്കാരങ്ങളുടെ സമ്പന്ന ഭൂമിയായ ഭാരതത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭരണാധികാരികളും കൂട്ടുനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെയും വിമർശനങ്ങളെയും ഇല്ലാതാക്കുന്നത് ഭാരതത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ നിങ്ങളുടെ കൂടെയുള്ളവർ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നിങ്ങളുണ്ടോ? നിങ്ങൾക്കൊരു വികാരം തട്ടുന്നുണ്ടോ? തട്ടുന്നില്ലല്ലോ. തട്ടട്ടെ. പണ്ടത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ അങ്ങനെ തട്ടി വേദനിച്ചിട്ടാണ് അവരൊക്കെ പുറപ്പെട്ടത്.
ആ വികാരം വരട്ടെ നമുക്ക്. ഇതിൽ ഏതെങ്കിലും നേതാവിന്റെ പെർമിഷൻ ഒന്നും വേണ്ട, തുടങ്ങട്ടെ. കൃഷിക്കാരുടെ സമരം തുടങ്ങി എത്രയാ? 5 കൃഷിക്കാർ കൂടി തുടങ്ങി 5 ലക്ഷം ആളുകളായി മാറി. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും വന്നില്ല. ആ വിഷമവും അനീതിയും കാണുമ്പോൾ അതിനെതിരായി പടപെടുന്ന ഒരു രീതി വരട്ടെ. അപ്പൊ പത്രത്തിൽ പേര് വരുമോ പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ യോഗം നടത്തുന്നത് അല്ലെ? അല്ലാണ്ട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിട്ടോ 2000 നമ്മുടെ നാടത്തിൽ. അപ്പൊ ഇതിനെതിരായി അനീതി കണ്ടപ്പോൾ അതിനെതിരായി പ്രതികരിക്കുന്ന ഒരു, ഞാൻ അനീതി ചെയ്തതാണെങ്കിൽ എനിക്കെതിരായി പ്രതികരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്തു കൊടുക്കും എന്നുള്ളത് വേണ്ടേ? NYC ജില്ലാ പ്രസിഡന്റ് പി സിദ്ദിഖ് അധ്യക്ഷനായി. NCPS ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ആയിഷ, സലോമ, അബ്ദുൾ റഹ്മാൻ, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് അനങ്ങന്മല പ്രദേശത്തെ സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി വരോട് KPSM VHSSലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ അധ്യാപകരും അനധ്യാപകരും ഏകദിന ഉപവാസ സമരം നടത്തി. കിറ്റ് ഇന്ത്യ ദിനത്തിൽ നടന്ന ഉപവാസ സമരം ഗാന്ധിയൻ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. വേണ്ടാത്തത് കാണരുത്, വേണ്ടാത്തത് കേൾക്കരുത്, വേണ്ടാത്തത് പറയരുത്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നത് അതിൻ്റെ ഒരു സംസ്കാരമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണിത്. അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ വീട്ടിൽ ഇടപെടുന്നത് കൊണ്ട് അവർ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടാണ്. അപ്പോൾ അക്ഷമരായി നിങ്ങൾ കേൾക്കണം. അപ്പോൾ 10 മരത്തിനും, അപ്പോൾ ഈ ഞാൻ പറഞ്ഞുകൊണ്ടത് പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. സേവ് അനങ്ങമല സേവസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നടത്തിയ സമരത്തിൽ PTA പ്രസിഡന്റ് T സബിത അധ്യക്ഷയായി. പ്രിൻസിപ്പൽ C രാജേഷ് കുമാർ, പ്രധാന അധ്യാപകൻ SR പ്രകാശ്, വിദ്യാർത്ഥി A ദിൽഷ, K അഭിജിത്ത്, T കബീർ, K അബു താഹിർ, മാനേജർ Dr. K രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 15 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ശൃംഖലയും തീർക്കും. വരോട് KPSM VHSS, വരോട് AUPS, വരോട് AMLPS എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികൾ ശൃംഖലയിൽ പങ്കെടുക്കും. വരോട് 4-ാം മൈലിൽ അനങ്ങന്മലയുടെ താഴ്വാരത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും വിദ്യാർത്ഥികൾ ഒപ്പിട്ട് നിവേദനം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ത്യാഗങ്ങളെ അവഗണിച്ചും ചരിത്രത്തെ വളച്ചൊടിച്ചും ഭരണാധികാരികൾക്ക് അധികം നാൾ നിലനിൽക്കാനാവില്ലെന്ന് NCPS സംസ്ഥാന ട്രഷറർ PJ കുഞ്ഞുമോൻ. പാലക്കാട് സംഘടിപ്പിച്ച നാഷണൽ യൂത്ത് കോൺഗ്രസ് Xന്റെ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷിത്വത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. വിവിധ സംസ്കാരങ്ങളുടെ സമ്പന്ന ഭൂമിയായ ഭാരതത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭരണാധികാരികളും കൂട്ടുനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെയും വിമർശനങ്ങളെയും ഇല്ലാതാക്കുന്നത് ഭാരതത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. NYC ജില്ലാ പ്രസിഡന്റ് P സിദ്ദിഖ് അധ്യക്ഷനായി. NCPS ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി, ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ആയിഷ, സലോമ, അബ്ദുൾ റഹ്മാൻ, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ തളിക്കുളത്ത് മത്സ്യബന്ധനത്തിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. നമ്പിക്കടവിൽ താമസിക്കുന്ന 52 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6:40 അപകടം. നമ്പിക്കടവ് ബീച്ചിൽ കടലിൽ കണ്ടാടി വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ തിരയിൽപ്പെടുകയായിരുന്നു. മുങ്ങിത്താഴ്ന്ന സുനിലിനെ നാട്ടുകാർ കരയിൽ കയറ്റി വല്ലപ്പാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടികജാതി വിഭാഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നശിപ്പിക്കുകയാണെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. ജീവനക്കാരുടെ നിയമനങ്ങൾ പൂർണ്ണമായും പിന്നോക്ക വിഭാഗക്കാർക്ക് നൽകണമെന്നും ദളിത് ഗോത്ര പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2010 ഉമ്മൻചാണ്ടി സർക്കാർ പാലക്കാടിന് അനുവദിച്ച മെഡിക്കൽ കോളേജിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നശിപ്പിക്കുകയാണ്. പിന്നോക്ക വിഭാഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥാവകാശം പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിലാക്കണം. നിയമനങ്ങൾക്കായി പ്രത്യേക ബോർഡ് രൂപീകരിക്കണം. പട്ടികജാതി പട്ടികവർഗത്തിനും പിന്നോക്ക വിഭാഗത്തിനും നിയമനം നൽകുന്നതിൽ 50% പാലക്കാടുകാർക്കായി സംവരണം ചെയ്യണം. മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റു ജീവനക്കാരും ആധുനിക സംവിധാനങ്ങളും ആവശ്യപ്പെട്ട് സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും AN കരിങ്കരപ്പള്ളി പറഞ്ഞു. നിർമ്മാണ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ കാണുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച്
ഒരു നിയമം സർക്കാർ ഉണ്ടാക്കണം. ഇത് പട്ടികജാതിക്കാരുടെ ആയിട്ടുള്ള സ്ഥാപനമായതുകൊണ്ട് പട്ടികജാതി വകുപ്പിന് ഇതിന് ഉടമസ്ഥാവകാശം നൽകണം. ആ ഉടമസ്ഥാവകാശം പട്ടികജാതി വകുപ്പിന് നൽകിക്കൊണ്ട് അതിൽ വരുന്ന നിയമനങ്ങൾ അത് PSC കൊടുക്കാതെ ഒരു നിയമന ബോർഡ് സ്ഥാപിക്കണം. ആ നിയമന ബോർഡിൽ 50% പട്ടികജാതിക്കാരെ ഉൾപ്പെടുത്തുകയും വേണം. ആ നിയമന ബോർഡിൽ ജില്ലാ പ്രസിഡന്റ് KK രവീന്ദ്രദാസ്, PV സഹദേവൻ, C രാമചന്ദ്രൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം റെയിൽവേ ട്രാക്കിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് സ്വദേശിനി 58 വയസ്സുള്ള മറിയക്കുട്ടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 ശേഷം മറിയക്കുട്ടിയെ വീട്ടിൽ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി നാട്ടുകാർ അറിയിച്ചത്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം മറിയക്കുട്ടിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അത്തിക്കപ്പറമ്പ് ഓഞ്ഞനത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദാണ് ഭർത്താവ്. ജബ്ബാർ, ഷിയാസ് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. ടയറുകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിന്റെ സീലിംഗിലാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8:40 സംഭവം. തീ കണ്ട ഉടൻ ജീവനക്കാർ തന്നെ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതിനാൽ വൻ തീപിടുത്തം ഒഴിവായി. തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തീപിടുത്തത്തിൽ വലിയൊരു ഭാഗം സീലിംഗ് കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഴ ഒഴിഞ്ഞിട്ടും ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയിട്ടും തൃശൂർ വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങരയിൽ 6 കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ്. വീടുകൾക്ക് പുറകിലേക്ക് മലയിടിഞ്ഞ് വീണ് മണ്ണ് വന്ന് നിറഞ്ഞതോടെയാണ് വീടുകളിൽ അന്തി ഉറങ്ങാനാകാതെ ഇവർ ദുരിതത്തിലായത്. ജൂലൈ 30-നാണ് ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള 4 വീടുകളുടെ പുറകിലേക്ക് വീടിന്റെ അത്ര തന്നെ ഉയരത്തിൽ മലയിടിഞ്ഞ് വീണത്. അബ്ദുൾ റഹ്മാൻ, മണികണ്ഠൻ, ലത്തീഫ്, മുഹമ്മദ് നിസാം എന്നിവരുടെ കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ മൂലം തലചായ്ക്കാൻ ഇടമില്ലാതെ പെരുവഴിയിലായത്. 4 വീടുകളുടെ പിറകിലേക്ക് മാത്രമാണ് മണ്ണിടിഞ്ഞ് വീണത്. എങ്കിലും തൊട്ടടുത്ത 2 വീടുകളും സുരക്ഷാ ഭീഷണി നേരിടുന്നതിനാൽ വാസയോഗ്യമല്ല. മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുന്നുണ്ടെങ്കിലും പല വീടുകളുടെയും പുറകുഭാഗം ശക്തിയായി വന്ന കല്ല് മണ്ണുമിടിച്ച് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. മണ്ണ് പൂർണ്ണമായും നീക്കിയാലും വീടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് മണ്ണിടിച്ചിൽ സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തിയാലേ ഇനി ഇവർക്ക് ഇവിടെ താമസിക്കാനാകൂ. വടക്കാഞ്ചേരി സ്കൂളിൽ നടന്നു വന്നിരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. പലരും ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ ട്യൂട്ടോറിയൽ കോളേജിലാണ് അന്തിയുറങ്ങുന്നത്. മണ്ണ് മാറ്റി മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിഞ്ഞ് തങ്ങളുടെ കൊച്ചു സ്വർഗങ്ങളിലേക്ക് മടങ്ങാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും കോൺഗ്രസ് നേതാവായിരുന്ന ബാലഗോപാലൻ മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി TY ശിഹാബുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച രാവിലെ കുളപ്പുള്ളിയിലെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ബാലഗോപാലൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരെ എല്ലാവിധ സർവശക്തിയും സർവ്വ ഐക്യത്തോടുകൂടിയുള്ള പോരാട്ടത്തോടുകൂടി ഈ രാജ്യത്ത് നിന്ന് നമ്മൾ ഓടിച്ചു വയ്ക്കും. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് അതേ ഭിന്നിപ്പിൻ്റെ ആശയങ്ങളുമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളത് വലിയ വിരോധാഭാസമാണ്. തീർച്ചയായും ആ ഭിന്നിപ്പിൻ്റെ ആശയങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് വലിയ പിന്തുണ ഇന്ത്യയുടെ ജനത ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചൂഷണം ചെയ്യുന്നവരുടെ കപടമുഖങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്.
പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീർ, അനിൽകുമാർ, പി എ വാസുദേവൻ, അനിൽ കാറാത്ത്, പി എം മുരളീധരൻ, വിൻസെന്റ്, ടി സീന, പി ആർ പ്രവീൺ, ഇ കൃഷ്ണൻകുട്ടി, ഉദയൻ, വി ജി ശ്രീനിവാസൻ, പി സി രാമൻകുട്ടി, രവീന്ദ്രൻ അമ്മാത്ത്, രഘു വള്ളോത്ത്, ഹരി ഷൊർണൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. യൂത്ത് കോൺഗ്രസ് കാരക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നടന്നു. ജില്ലാ സെക്രട്ടറി ടി സീന പതാക ഉയർത്തി. വെള്ളിയാഴ്ച രാവിലെ കാരക്കാട് കമ്പനിപ്പടിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. മുൻകാല കോൺഗ്രസ് നേതാവായിരുന്ന ബാലഗോപാലൻ മാസ്റ്ററെയും അനുസ്മരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ടി ആർ സുജിത് കുമാർ, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജിമോൾ, ബൂത്ത് പ്രസിഡന്റ് ജയപ്രകാശ്, രാജൻ, കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പട്ടാമ്പി തിരുമിച്ചക്കോട് ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടന്നു. ക്ഷേത്ര പരിസരത്ത് നടന്ന വിളവെടുപ്പ് പരിപാടി തിരുമിച്ചക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലുള്ള കുമാരേട്ടൻ തൊട്ടടുത്ത ദേശമംഗലം പഞ്ചായത്തിലെ താമസക്കാരൻ സ്വദേശിയാണ്. അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിൽ വന്ന് നമ്മുടെ ദേവസ്വത്തിന്റെ മണ്ണിൽ നല്ലൊരു വിളവെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. ചെണ്ടുമല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓണക്കാലത്ത് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ്. സാധാരണ കർഷകർ ഈ പൂവ് ഇട്ട് ഓണം കഴിഞ്ഞിട്ട് വിളവെടുക്കുന്ന ഒരു രീതിയിലേക്കാണ് നമുക്ക് എന്തായാലും വിളവ് കിട്ടാറുള്ളത്. പക്ഷേ കുമാരേട്ടൻ്റെ വിളവ് ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് ഉള്ളത് കാരണം നമ്മുടെ വിപണിയെ പിടിച്ചു നിർത്താൻ ഒരു താങ്ങാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. എന്തായാലും നല്ലൊരു മനസ്സ് കുളിർക്കുന്ന ഒരു സംരംഭത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. ക്ഷേത്രത്തിന്റെ 50 സെന്റോളം സ്ഥലത്ത് 30,000 രൂപ ചെലവിൽ 1200-ലേറെ ചെണ്ടുമല്ലികളാണ് ഒരുക്കിയത്. പരിപാടിയിൽ വാർഡംഗം പി ജീന രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് മുഖ്യ അതിഥിയായി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ്, കൃഷി ഓഫീസർ അനിത് സിറിയക്, കർഷക കൂട്ടായ്മ കൺവീനർ എം എം കുമരവേലൻ, കെ കെ രാവുണ്ണി, പ്രകാശൻ ഓടുവാറക്കുന്ന, കെ രവിപ്രകാശ്, അഡ്മിനിസ്ട്രേറ്റർ ജയപ്രകാശ്, എം കെ ചന്ദ്രമോഹൻ, അനിൽ, സജു, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം മാനേജർ കെ പി പ്രസന്നകുമാർ സ്വാഗതവും പി കെ കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. അടുത്ത തവണ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെണ്ടുമല്ലി കൃഷി വ്യാപിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം വരവോട് അനങ്ങന്മല പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സബ് കളക്ടർക്ക് പരാതി നൽകി വിദ്യാർത്ഥികൾ. ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് പനമണ്ണ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനമാണ് സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജന് കൈമാറിയത്. സബ് കളക്ടറുടെ ചേംബറിലെത്തിയാണ് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയത്. അനങ്ങന്മലയുടെ താഴ്വാരത്താണ് പനമണ്ണ യു പി സ്കൂൾ പ്രവർത്തിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങന്മലയും ഉരുൾപൊട്ടലിന് വിധേയമാകുമോ എന്ന് ആശങ്കപ്പെടുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. സമാധാനമായി പഠിക്കാനും പഠിപ്പിക്കാനും സ്കൂളിലേക്ക് വിടുന്നതിനും വേണ്ട അന്തരീക്ഷം ഒരുക്കിത്തരണമെന്നും അടിയന്തരമായി അനങ്ങന്മലയോട് ചേർന്ന് നടക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതിനാവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനത്തിലുള്ളത്. വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകി. പരിസ്ഥിതി ക്ലബ് പ്രസിഡന്റ് കെ കെ ഫാത്തിമ ഹുദ, പ്രധാനാധ്യാപിക പി ബീന, സ്കൂൾ മാനേജർ വി ശ്രീഹരി, ബി ഹേമ, ഷീജ, ഐശ്വര്യ, മുഹമ്മദ് സ്വാലിഹ്, അബു താഹിർ, MPTA പ്രസിഡന്റ് ഫാത്തിമ സുഹറ, സുമയ്യ, ഹസീന എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ വീണ്ടും ഗുണ്ട ആക്രമണം. കൊലക്കേസ് പ്രതിക്ക് കുത്തേറ്റത് കുറ്റൂർ സ്വദേശി ആക്രു എന്ന് വിളിക്കുന്ന വിപിനിന്. സംഭവത്തിൽ 4 പേരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2.5 ഗ്രാം MDMA-യുമായി 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശികളായ ഷാഹുൽ ഹമീദ്, മുഹമ്മദ് ഷഹീൻ എന്നിവർ. പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രോജ്വല പോരാട്ട സ്മരണയിൽ ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ചരിത്രഗതി അറിയാത്ത ഭരണാധികാരികൾ വർത്തമാന ഭാവി കാലത്ത് ഇടം പിടിക്കുന്നത് ചവറ്റുകൊട്ടയിൽ നിന്ന്
മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം. തൃശൂർ തളിക്കുളത്ത് മത്സ്യബന്ധനത്തിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് നമ്പിക്കടവിൽ താമസിക്കുന്ന 52 വയസ്സുള്ള സുനിൽകുമാർ. പൈങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം റെയിൽവേ ട്രാക്കിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് സ്വദേശി കുഞ്ഞു മുഹമ്മദിന്റെ ഭാര്യ മറിയക്കുട്ടി. തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. അപകടം നടന്നത് വെള്ളിയാഴ്ച രാവിലെ 8:40 ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ വരോഡ് അനങ്ങന്മലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അനങ്ങന്മലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി വരോഡ് KPSMM VHSSലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സ്കൂളിലെ അധ്യാപക അനധ്യാപകരുടെ ഏകദിന ഉപവാസം. ഓഗസ്റ്റ് 15 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ശൃംഖല തീർക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.